അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് lack of memory property of exponential distribution, or this is also called memoryless property of exponential distribution. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് ആ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രീറ്റ് കേസിൽ വന്നിരിക്കുന്ന ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് അനലോഗാണ്. അതായത് അതിനെപ്പോലെ തന്നെയുള്ള ഒരു വെയിറ്റിംഗ് ടൈം ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളുടെ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇഫ് a random variable x follows an exponential distribution with parameter theta, then probability of x greater than or equal to s plus t given x greater than or equal to s is equal to probability of x greater than or equal to t, comma s and t are positive numbers, x comma t greater than 0. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ തീറ്റയാണ് അല്ലേ. അപ്പം എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിളിന്റെ PDF നമുക്ക് ആദ്യം എഴുതി വെക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? PDF എഫ് ഓഫ് എക്സ് ഓഫ് എൻ എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ ഇസ് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്, വേർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ LHSഉം RHSഉം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ കാണിക്കും LHS ഇസ് ഈക്വൽ ടു RHS എന്ന് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ LHS ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ വന്നിരിക്കുന്നത്? ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് വന്നിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആകുമ്പോൾ ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് എയുടെയും ബിയുടെയും ജോയിന്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി വന്നാൽ എഴുതുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ this can be written as probability of x greater than or equal to s plus t, comma x greater than or equal to s. ഇവിടെ ഇന്റർസെക്ഷൻ എന്നിട്ടാലും കറക്റ്റ് ആണ്. ഇത് ഒന്നിച്ചുള്ള പ്രോബബിലിറ്റി എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് കോമ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തത്. ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എസ് പ്ലസ് ടീനെക്കാട്ടും വലുതാണ് എന്ന് തന്നിരിക്കുന്നു. ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എസിനെക്കാട്ടും വലിയൊരു സംഖ്യയാണ് എസ് പ്ലസ് ടി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമ്മളിപ്പോ നമ്പർ ലൈനിൽ ഇവിടെ എസ് ഉണ്ടെങ്കിൽ എസ് കഴിഞ്ഞ് വരുന്ന ഒരു സംഖ്യയാണ് എസ് പ്ലസ് ടി എന്ന് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി എന്ന് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് ടി മുതൽ ഇൻഫിനിറ്റി വരെ വരുന്ന ഏരിയ ആണ് എന്ത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞാൽ എസിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ എസ് മുതൽ ഇൻഫിനിറ്റി വരെ വരുന്ന പോർഷനാണ് അല്ലെ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒന്നിച്ചിട്ടുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഇന്റർസെക്ഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവർക്ക് ഒരുമിച്ച് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. അതേതാണ്? ഈ എസ് പ്ലസ് ടി ടു ഇൻഫിനിറ്റി എന്നുള്ള ഏരിയ ആണ്, വിച്ച് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ജോയിന്റ് പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഇവിടെ മനസ്സിലായി ഇന്റർസെക്ഷൻ തന്നെ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് x greater than or equal to s plus t divided by probability of x greater than or equal to s. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. That is equal to probability of x greater than or equal to s plus t എന്നാണ് നമുക്ക് കിട്ടിയത് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് അല്ലെ. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി. ഇവിടെ നമുക്കുള്ളത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പൊ ഏതൊരു റാൻഡം വേരിയബിൾ എക്സ്, പ്രത്യേകിച്ച് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ പറ്റിയിട്ട് അപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സിന്റെ
ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അയാളുടെ PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. PDF എന്താണ്? f(x) അയാളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഏത് റേഞ്ചിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഇവിടെ എന്താ കണ്ടീഷൻ? എക്സിന്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു s+t. എക്സിന്റെ വാല്യൂ s+tയോ അതിനെക്കാട്ടോ കൂടുതലാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ s+tയോ അതിനെക്കാട്ടും കൂടുതലാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് എന്തായിരിക്കും? s+t മുതൽ ഇൻഫിനിറ്റി വരെ. ഇവിടെ നമ്മൾ എന്തെഴുതി? ഇന്റഗ്രൽ s+t ടു ഇൻഫിനിറ്റി. അതാണ് ന്യൂമറേറ്ററിലെ പ്രോബബിലിറ്റിനെ എഴുതിയത്. ഇനി ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ ഇവിടെയും എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സിന്റെ PDF ആയിട്ടുള്ള f(x)നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് റേഞ്ചിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. എക്സിന്റെ വാല്യൂ എസ്സോ അതിനെക്കാട്ടോ കൂടുതലാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി f(x) dx അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ s+t ടു ഇൻഫിനിറ്റി f(x) എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF ആണ്. θe⁻θx dx ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരുന്നു? ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി f(x) is θe⁻θx dx. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുത്തു വെക്കുന്നു. അപ്പൊ തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ s+t ടു ഇൻഫിനിറ്റി e⁻θx dx എന്ന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ ഇതേപോലെ നമ്മൾ തീറ്റനെ പുറത്തേക്ക് എടുത്തു വെച്ചാൽ ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി e⁻θx dx എന്ന് നമുക്ക് ഡിനോമിനേറ്ററിലും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഈ തീറ്റയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. അപ്പൊ e⁻θx-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? e⁻θx ഡിവൈഡഡ് ബൈ -θ എന്ന് വരുന്നു. ബിറ്റ്വീൻ ലിമിറ്റ്സ് s+t ടു ഇൻഫിനിറ്റി. അങ്ങനെ താഴെ ആകുമ്പം താഴെ എന്താണ്? ഇന്റഗ്രൽ s ടു ഇൻഫിനിറ്റി e⁻θx. e⁻θx-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻θx ഡിവൈഡഡ് ബൈ -θ എന്ന് വരുന്നു. ഇവിടുത്തെ റേഞ്ച് പക്ഷെ എന്താണ്? s ടു ഇൻഫിനിറ്റി. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെയും ഡിനോമിനേറ്ററിൽ രണ്ടെണ്ണത്തിന്റെയും -θ എന്ന് വരുന്നുണ്ട്. അവരെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. അപ്പൊ ബാക്കി എന്താണ് വരുന്നത്? e⁻θx ആണ് വരുന്നത്. അതിന്റെ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. എക്സിന് അതിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി കൊടുക്കുന്നു. അതിനുശേഷം എക്സിന്റെ സ്ഥാനത്ത് അതിന്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള s+t കൊടുക്കുന്നു. അപ്പൊ എന്താ വരുന്നത്? e⁻θ ഇൻറ്റു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് e⁻∞ മൈനസ് e⁻θ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് s+t അല്ലെ, ഡിവൈഡഡ് ബൈ. ഇനി താഴെ ഇതേമാതിരി നമ്മൾ റേഞ്ച് കൊടുക്കുകയാണ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. e⁻θ ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് വരുന്നു, ദാറ്റ് ഈസ് e⁻∞ മൈനസ് e⁻θ ഇൻറ്റു എസ് എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു e⁻∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 മൈനസ് e⁻∞ ഇൻറ്റു s+t ഡിവൈഡഡ് ബൈ, ഇവിടെ e⁻∞ വരുന്നുണ്ട്. അപ്പൊ 0 മൈനസ് e⁻∞s വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇതിനെ നമ്മൾ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. e⁻∞s ഇൻറ്റു e⁻∞t എന്ന് പറഞ്ഞിട്ട് ഇതിനെ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ താഴെ ഒരു മൈനസ് ഓഫ് e⁻∞s എന്നുണ്ട്. അപ്പൊ ഈ മൈനസും ക്യാൻസൽ ആയി പോയി. അതുമാതിരി ഇവിടെ ഒരു e⁻∞s എന്ന് പറഞ്ഞ ടേമും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് LHSനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ e⁻∞t എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുന്നത്. ഇതേമാതിരി നമുക്ക് RHSനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ RHS എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതന്നെയാണോ കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ RHS ആണ് എടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. ഇതാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇവിടെയും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ ഒരു പ്രോബബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് റേഞ്ചാണ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന റേഞ്ച്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സിന്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പൊ എക്സിന്റെ വാല്യൂ ടിയോ അതിനെക്കാട്ടും കൂടുതലോ ആവണം എന്ന് പറഞ്ഞാൽ എക്സ് ഏത് വരെ പോവാം? ടി മുതൽ ഇൻഫിനിറ്റി വരെ പോവാം. അപ്പൊ റേഞ്ച് എന്താണ്? ഇന്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇസ് എ കോൺസ്റ്റന്റ്, അതിനെ നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് വെക്കുന്നു. തീറ്റ ഇൻറ്റു ഇന്റഗ്രൽ ടി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് തീറ്റ എന്ന് വരും. ബിറ്റ്വീൻ ലിമിറ്റ്സ് ടി ആൻഡ് ഇൻഫിനിറ്റി അല്ലെ. അവിടെ ഇപ്പൊ ഈ തീറ്റയും ക്യാൻസൽ ചെയ്യും, ഒരു മൈനസ് മാത്രം ബാക്കിയുണ്ടാവും അല്ലെ. മൈനസ് ഓഫ്, പിന്നെ നമ്മൾ ഇവിടെ റേഞ്ച് കൊടുക്കാൻ പോവുകയാണ്. എക്സിന് അതിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് തീറ്റ ഇൻറ്റു ഇൻഫിനിറ്റി, ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ്, അതായത് അതിന്റെ ലോവർ ലിമിറ്റ് ആയ ടി ആണ് ഇനി എക്സിന് കൊടുക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് തീറ്റ ടി, ഇ റേസ് ടു മൈനസ് തീറ്റ ടി എന്ന് വരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, 0 മൈനസ് ഇ റേസ് ടു മൈനസ് തീറ്റ ടി എന്ന് വരുന്നു. ദറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് ഇ റേസ് ടു മൈനസ് തീറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് തീറ്റ ടി. ഇത് തന്നെയാണ് നമുക്ക് LHSനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറയാം LHS ഇസ് ഈക്വൽ ടു RHS. രണ്ടുപേരെ സിംപ്ലിഫൈ ചെയ്തപ്പോഴും നമുക്ക് സെയിം ആൻസർ കിട്ടി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. അതാണ് LHS. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS which is probability of x greater than or equal to t. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഫോളോസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 2, ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഗിവൺ എക്സ് ലെസ് ദാൻ 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ളത് അല്ലെ. ആ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഫോർ എൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ, ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ തീറ്റ ആണെങ്കിൽ അതിന്റെ മീൻ എന്ന് പറയുന്നത് 1/θ ആയിരിക്കും. അപ്പൊ മീൻ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി പാരാമീറ്റർ അല്ലെ. പാരാമീറ്റർ തീറ്റ ആണെങ്കിൽ മീൻ വിൽ ബി 1/θ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മീൻ ഇസ് ഈക്വൽ ടു 2 എന്നാണ് തന്നിരിക്കുന്നത്. Therefore here the parameter theta will be equal to, here parameter theta will be equal to 1/2. അപ്പൊ 1/2 എന്ന് പറയുന്ന പാരാമീറ്റർ ഉള്ള ഒരു എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ PDF നമുക്ക് എഴുതാലോ. PDF f of x is equal to തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ആണ്. അപ്പൊ ഇവിടെ 1/2 ഇ റേസ് ടു മൈനസ് 1/2 എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് x/2 എന്ന് നമുക്ക് എഴുതാം. വേർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ PDF നമ്മൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു അല്ലെ. ഇനി നമ്മൾ ഈ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഗിവൺ എക്സ് ലെസ് ദാൻ 2. അതായത് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം പി ഓഫ് എ ഗിവൺ ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദർ ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അതേപോലെ ഇവിടെ വരികയാണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഇന്റർസെക്ഷൻ എക്സ് ലെസ് ദാൻ 2 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് ഇവിടെ എഴുതും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ എക്സ് ഇസ് ലെസ് ദാൻ 1 ഇന്റർസെക്ഷൻ എക്സ് ലെസ് ദാൻ 2 അല്ലെ. അപ്പൊ നമ്മള് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ആ കൂട്ടത്തിലാണ് 1ഉം 2 ഒക്കെ വരുന്നത്. അപ്പൊ എക്സ് ഇസ് ലെസ് ദാൻ 1, എക്സിന്റെ വാല്യൂ 1നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചാണ്? 0 മുതൽ 1 വരെയുള്ള റേഞ്ചാണ് നമുക്ക് ഉണ്ടാവും.
ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചാണ് ഉണ്ടാവുന്നത്? എക്സിന്റെ വാല്യൂ 2-നെക്കാട്ടും കുറവാവുക. അപ്പം 2-നെക്കാട്ടും കുറഞ്ഞിട്ട് മാക്സിമം പിന്നെ പോയിട്ട് ഏറ്റവും ഇതായിട്ട് 0യിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അതേതാ റേഞ്ച്? 0 to 2. അപ്പൊ ഈ രണ്ട് റേഞ്ചുകളുടെ ഇന്റർസെക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 0 to 1 എന്നുള്ളതാണ്, വിച്ച് ഇസ് എക്സ് ലെസ് ദാൻ 1 എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇന്റർസെക്ഷൻ എന്നുള്ളവിടെ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഡിവൈഡഡ് ബൈ താഴെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്നാണ് വരുന്നത് അല്ലെ. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അയാളുടെ PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് റേഞ്ചിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എക്സിന്റെ വാല്യൂ 1-നെക്കാട്ടും കുറവാവണം. അപ്പൊ 1-നെക്കാട്ടും കുറവായാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ട് അതിന് 0 വരെ എത്താൻ പറ്റുള്ളൂ. 0 കഴിഞ്ഞാൽ PDF 0 അല്ലെ. അപ്പൊ ഈ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നോൺ സീറോ PDF 1/2 e - x/2 എന്നുള്ള PDF ഏത് റേഞ്ച് വരെയുള്ളൂ? 0 വരെയുള്ളൂ. 0ന്റെ അപ്പുറത്തേക്ക് ഇല്ല അല്ലെ. അപ്പം എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 f of x dx. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? PDF-നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് റേഞ്ചിൽ? എക്സ് ലെസ് ദാൻ 2. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 f of x നമ്മൾ എഴുതി കഴിഞ്ഞു. 1/2 e - x/2 ആണ് dx ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇന്റഗ്രൽ 0 to 1 1/2 e - x/2 dx ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്ന് 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 e - x/2 dx എന്ന് വരും. ഡിനോമിനേറ്ററിൽ ഇതേമാതിരി 1/2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 2 ആണ്. ഇന്റഗ്രൽ 0 to 2 e - x/2 dx എന്നും വരും അല്ലെ. ഈ 1/2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇനി നമ്മൾ e - x/2നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ e - x/2 എന്ന് വരും ഡിവൈഡഡ് ബൈ ഈ എക്സിന്റെ ഒപ്പം വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് -1/2. ബിറ്റ്വീൻ ലിമിറ്റ്സ് റേഞ്ച് കൊടുക്കുന്നു 0 to 1. അതുമാതിരി താഴത്തെ ഡിനോമിനേറ്ററിൽ വന്ന ടേം e - x/2 തന്നെയാണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e - x/2 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഒപ്പം വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് -1/2. ഇവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2 ആണ് ചെയ്തത്. അപ്പം റേഞ്ച് 0 to 2 ആണ്. അപ്പൊ ഇവിടെയും -1/2 -1/2 എന്ന് പറഞ്ഞ ടേമുകൾ ക്യാൻസൽ ആയത്. ഇനി നമ്മൾ എക്സിന് ലിമിറ്റ്സ് കൊടുക്കുകയാണ്. എക്സിന് ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1x കൊടുക്കുമ്പോൾ e - -1/2 മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുക e - 0/2 ദാറ്റ് ഈസ് e 0 ഡിവൈഡഡ് ബൈ താഴെ പോകുമ്പോൾ ഇവിടെ e - x/2 എന്നുള്ള ഇവിടെ എക്സിന് 2 എന്ന് കൊടുക്കുന്നു. e - 2/2 എന്ന് വരുന്നു മൈനസ് e 0 e -0/2 that is e 0. This is equal to e -1/2 minus e 0 എന്ന് പറഞ്ഞാൽ 1 ആണ് divided by e -2/2 that is e -1 minus 1. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. If x is an exponential random variable with f of x is equal to lambda e - lambda x greater than 0, show that y is equal to 1 minus e - lambda x follows a rectangular distribution over 0, 1. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ ആണ് വിത്ത് പാരാമീറ്റർ ലാംഡ. f of x is equal to lambda e - lambda x എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് x is greater than 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പാരാമീറ്റർ ലാംഡയാണ് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട് വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ x. ദറ്റ് ഈസ് y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ റാൻഡം വേരിയബിൾ വിച്ച് ഇസ് 1 minus e - lambda x. അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് വൈന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നാണ് കാണിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് വൈന്റെ PDF കാണുക എന്ന് നോക്കാം. അപ്പം PDF of y g of y is given by that is equal to f of x into
1 divided by modulus of dy by dx. ഇങ്ങനെയാണ് PDF of y നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം dy by dx കണ്ടുപിടിക്കാം. അപ്പോൾ what is y? Y is equal to 1 minus e raised to minus lambda x. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ dy by dx is equal to ഇവിടെ 0 വരും മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഇൻറ്റു മൈനസ് ലാംഡ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ലാംഡ ഓർ ദിസ് ഇസ് ഈക്വൽ ടു മൈനസും മൈനസും ക്യാൻസൽ ആയിപ്പോയി ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ് കിട്ടുന്നത്. മോഡുലസ് ഓഫ് dy by dx എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് അഗെയിൻ ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. Therefore നമുക്ക് g of y എന്ന് എങ്ങനെ എഴുതാം? g of y is equal to f of x into f of x is e raised to minus lambda x into 1 divided by modulus of dy by dx which is again lambda e raised to minus lambda x. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അപ്പോൾ g of y is equal to 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ y ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈൻ്റെ റേഞ്ച് എന്താണ് എന്ന് നമ്മൾ നോക്കണം. അപ്പം നമുക്ക് നോക്കാം എക്സിൻ്റെ റേഞ്ച് എന്താണ് ഇവിടെ. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എക്സിൻ്റെ റേഞ്ച്. അപ്പോൾ വാട്ട് ഈസ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വൈ ഇസ് ഈക്വൽ ടു വൈ എന്താണ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു 0 എന്ന് വരും അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1 minus e raised to 0. That is 1 minus 1. Therefore, y will be also equal to 0. അപ്പോൾ x 0 ആവുമ്പോൾ y എന്താണ് 0 ആണ്. ഇനി നമുക്ക് നോക്കാം when x is equal to infinity. x ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താണ് y? y is equal to 1 minus e raised to minus lambda into infinity. അതായത് 1 minus e raised to minus infinity വരും. e raised to minus infinity is 0. അപ്പോൾ 1 minus 0 or y is equal to 1. അപ്പോൾ x ഇൻഫിനിറ്റി ആവുമ്പോൾ yൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ therefore the range of y is 0 less than y less than 1. അപ്പം yൻ്റെ PDF എന്താണ്? yൻ്റെ PDF g of y is equal to 1, 0 less than y less than 1. അപ്പോൾ this is a rectangular distribution in the interval 0, കാരണം നമുക്കറിയാം റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കണ്ടിന്യൂസ് കേസ് ഇസ് 1 by f of x is equal to 1 by b minus a if a less than x less than b or a less than or equal to x less than or equal to b വന്നാൽ ഇതാണ്. അപ്പോൾ അതേപോലെ ഇവിടെ എയുടെ സ്ഥാനത്ത് 0വും ബിയുടെ സ്ഥാനത്ത് 1ഉം വന്നിരിക്കുന്ന ഒരു റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത്.